സാക്കണേ നന്മകളെ കൂടുതലേ ഞാൻ ഇപ്പൊ ഡ്യൂട്ടി കഴിഞ്ഞിട്ട് കുളിക്കാൻ വരുന്നതല്ലോ വേണം. അതുകൊണ്ടാണ് ഈ കോലം. ഞാൻ നിങ്ങളോടൊന്നും പറയാൻ വന്നതല്ലോ, സാക്കളോടും പറയാൻ പറയാനില്ല, എന്റെ കൂട്ടുകാരോടൊന്നും പറയാൻ വന്നതല്ല. എനിക്ക് പറയാനുള്ള ഇന്ത്യൻ പ്രധാനമന്ത്രി എന്ന് പറഞ്ഞ നരേന്ദ്രമോദി എന്ന പട്ടി നായിന്റെ മോനോടാണ് പറയാനുള്ളത്. നിനക്ക് നിന്റെ ആൾക്കാരെ നിലക്ക് നിർത്താൻ കഴിയൂലെങ്കിൽ പറഞ്ഞാൽ മതി. നിലക്ക് നിർത്താൻ പറ്റിയ ആൺകുട്ടികൾ ഇപ്പോഴും നാട്ടിലുണ്ട്. നമ്മളിവിടെ സൗദി അറേബ്യ കയറി വന്ന വിഷയമൊന്നുണ്ട, പക്ഷെ ഇപ്പോഴും നാട്ടിലുണ്ട്. അതിന്റെ മോനെ ഇന്നോടാ പറഞ്ഞത്, അതേ നീ ഹിന്ദുക്കളെ ഉണർത്തി ഇങ്ങനെ ഹിന്ദുക്കളെ അണ്ണാക്കിലോട്ട് തരണ്ട. പിന്നെ നീ പറയുന്ന ഹിന്ദുക്കളിൽ നിന്നെ വിശ്വസിച്ച് നിന്റെ പാർട്ടിയെ വിശ്വസിച്ച് നിൽക്കുന്ന നായിന്റെ മക്കളുണ്ടാ ഇഷ്ടം പോലെ കാളി. ഇവിടെ ഈ ഗൾഫ് കൺട്രികൾ ഇഷ്ടം പോലെ നായിന്റെ മോനെ പറഞ്ഞില്ല, ഇഷ്ടം പോലെ ഉണ്ട്. ഇവരവിടെ തിരിച്ചു വന്ന അവർക്ക് ചെലവിന് കൊടുക്കും. അതതിന്റെ ഒരു പ്രായമായ തള്ള ചെലവിന് കൊടുക്കും. നിനക്കൊരു പരിചയമുള്ളൂ, ചായ അടിച്ചുള്ള പരിചയമുള്ളൂ, ഇങ്ങനെ ഊറ്റിയുള്ള പരിചയമുള്ളൂ. അതേപോലെ തള്ള ഊറ്റാൻ നിക്കല്ല മോനെ. നമ്മളൊന്നും തള്ളമാരെ ഊറ്റി പഠിച്ചിട്ടില്ല കേട്ടോ. അതിനായിട്ട് നിക്കല്ലേ നായിന്റെ മോനെ. നീ കാരണം എത്ര രാജ്യങ്ങളും ഇന്ത്യൻ സാധനം നിരോധിച്ചെന്നറിയോ? നീ സൗദി അറേബ്യയുടെ ഉള്ളൂ നിരോധിക്കാനുള്ള. സൗദി അറേബ്യ നിരോധിക്കുമ്പോ ചിലപ്പോ സൗദി അറേബ്യയിൽ ഞങ്ങളെപ്പോലുള്ളവർക്ക് പുറത്തു പോകേണ്ടി വരും. നായന്റെ മോനെ അങ്ങനെ വന്നാൽ നിന്റെ കഴുത്തറുത്ത് വേറെ വെക്കും. നിനക്കറിയാമല്ലോ, നമ്മുടെ ദൻഷന രാജാവോ കടലിൽ പോയി ഫുള്ള് കൊട്ടാരം കെട്ടി അതിനകത്ത് ഉണ്ടാക്കിയിരുന്നു മരണത്തെ ഭയത്ത്. എന്നിട്ടൊരു പുഴുവായിട്ട് കേറി ചെന്ന് ചത്തതാണ്. അതേപോലെ മോനെ നിനക്കൊരു വിചാരം ഉണ്ടാക്കി ഇപ്പൊ 4 ഇതിലിങ്ങനെ വിട്ടിട്ട് നമ്മള് ഫേമസ് ആവാനല്ല മോനെ. ഒന്നും പറ്റിയില്ലെങ്കിലും ഒരു BJP-ക്കാരന്റെ കാഴ്ത്തറച്ച പോവും. ഞാനൊക്കെ നാട്ടിൽ എങ്ങനെ കയറി വരേണ്ടി വന്നാൽ അത് പക്കാണ്, 100% ഉറപ്പാണ് കേട്ടോടാ. നായിന്റെ മോനെ നരേന്ദ്രമോദി. എന്റെ സുരേന്ദ്രൻ ഒരു പുണ്യം ചെയ്യൂല കേട്ടോ, അത് നീ ഓർത്തു.